ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. അല്ലാഹുവേ, നീ വാഗ്ദാനങ്ങൾ ലംഘിക്കാത്ത ആളാണ് റബ്ബേ. നീ ഒരു വാഗ്ദാനം നൽകിയാൽ, നീ ഒരു കരാറ് നൽകിയാൽ അത് പൂർത്തീകരിക്കുന്ന ആളാണല്ലോ റബ്ബേ. അതുകൊണ്ട് ആതിനാ മാ വഅദ്തനാ, നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നീ പൂർത്തീകരിച്ച് തരണേ അല്ലാ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട് പടച്ച റബ്ബിനോട്. അല്ലാഹു വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന ആളല്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു അവന്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കൂല. ആ റബ്ബാണ് വാഗ്ദാനം നൽകിയത്. ഉദ്ഊനി, നിങ്ങൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കണേ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മോട് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരും സഹോദരിമാരും ആലോചിക്കേണ്ടത്, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മൾ പറയേണ്ടത് അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനോട് പറഞ്ഞ അല്ലാഹു നമ്മൾക്ക് പരിഹാരം തരും. ഏത് വിഷയമാണെങ്കിലും ശരി, അതിൽ 100-ൽ 110% വിശ്വാസം നമ്മൾക്ക് വേണം. അല്ലാഹു ഇജാബത്ത് നൽകുമെന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് വേണം. നമ്മൾ ദുആ ചെയ്യാൻ, പക്ഷെ നമ്മൾക്ക് ഉത്തരം കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ഒരു 90% പ്രതീക്ഷയുള്ളത്, ഉത്തരം കിട്ടൂല. അല്ലാഹു പറഞ്ഞു, അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ ചിന്തിക്കുന്നത്, എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത്. നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ അല്ലാഹുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിന്റെ അകത്തലങ്ങളിലുള്ള ചിന്ത എന്താണ്? ദുആ ചെയ്താൽ ഉത്തരം നൽകുന്ന റബ്ബാണ്. ഞാൻ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്നുള്ള വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ അല്ലാഹു നമ്മൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇതും അല്ലാഹുവിന്റെ വാഗ്ദാനം തന്നെ. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മൾ പറയേണ്ടത് അല്ലാഹുവിനോടാണ്. ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, ഞാൻ നിങ്ങളുടെ ദുആഇന് ഉത്തരം നൽകാമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലിയസ്അൽ അഹദുക്കും റബ്ബഹു ഹാജതഹു കുല്ലഹാ, നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടായാലും നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുവിനോടാണ്, നാട്ടുകാരോടല്ല, ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി പിരിവ് ചോദിക്കലല്ല. ആദ്യം അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ, ഏതുവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പിന്റെ വാറ്, നമ്മൾ സഞ്ചരിക്കുന്നതിനിടയിൽ ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയാൽ വരെ അല്ലാഹുവിനോട് ചോദിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചെരുപ്പിന്റെ വാറ് പൊട്ടി, അപ്പൊ നമ്മൾക്കതൊരു ഇതൊക്കെ അല്ലാഹു തരുമോ എന്നുള്ളൊരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവും. ചെരുപ്പിന്റെ വാറ് പൊട്ടി റബ്ബിനോട് ദുആ ചെയ്ത റബ്ബിന് പരിഹാരം തരുമോ? ആ സംശയം ഉള്ള കാലത്തോളം ഉത്തരം കിട്ടൂല. ഇത് പടച്ച ഹബീബ് പറഞ്ഞതാണ്. വമാ യാതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വചനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വേഷ്ടപ്രകാരം സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല, അല്ലാഹു പറയാൻ പറഞ്ഞതാണ്. അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളെ 63 വർഷത്തിന്റെ കാലയളവിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുള്ളൂ. ആ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ മനോഹരമായ ഒരു ഹദീസാണിത്. ഏറെ പ്രതീക്ഷ നൽകുന്ന ഹദീസാണിത്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? ലിയസ്അൽ അഹദുക്കും റബ്ബഹു ഹാജതഹു കുല്ലഹാ, നിങ്ങളുടെ ജീവിതത്തിലുള്ള സകലമായ ആവശ്യങ്ങളും നിങ്ങൾ പറയേണ്ടത് സർവശക്തനായ ജഗന്നിയന്താവായ അല്ലാഹുവിനോടാണ്. ഏതുവരെ? നടന്നു പോകുന്ന വഴിയിൽ നമ്മുടെ ചെരുപ്പിന്റെ വാറോ വണ്ടിയുടെ ടയറോ ഒന്ന് പൊട്ടിപ്പോയാൽ വരെ അല്ലാഹുവിനോടാണ് നീ ആദ്യം ചോദിച്ചതെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഇതിൽ വിശ്വാസം ഉണ്ടോ നമുക്ക്? ഉണ്ടോ? നടന്നു പോകുമ്പോൾ ചെരുപ്പ് പൊട്ടിയാല് റബ്ബിനോട് ചോദിച്ച റബ്ബ് തരും എന്ന ഈ ഒരു ഹദീസിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ 100-ൽ 100% വിശ്വാസത്തോടെ റബ്ബിനോട് ചോദിച്ചാൽ നമ്മൾക്ക് അതിനുള്ള പരിഹാരം കിട്ടും. വിശ്വാസമാണ് വലുത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്.
മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട്. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅാഹു വയക്ഷിഫു സ്സൂ. ഒരു മുഅ്മിനിനോ ഒരാൾക്കോ പ്രയാസമുണ്ടായാൽ അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദഅാ, എന്ത് ആവശ്യമുണ്ടായാലും റബ്ബിനോട് ചോദിക്കുന്ന പ്രയാസങ്ങളിൽ അകപ്പെട്ട ഒരാൾ അവയാൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അവന് അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് ഉത്തരം നൽകുക? പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഒരു മുഅ്മിൻ, ഒരു അടിമ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് അയാൾക്ക് ഉത്തരം നൽകുക? മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വളരെ കരുത്തുറ്റ നേതൃത്വം നൽകിയിരുന്ന കോയക്കുട്ടി ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അദ്ദേഹം അഭിമുഖത്തിലൂടെ പറഞ്ഞത് ഞാൻ ഓർത്തുപോവുകയാണ്. മഹാനായ കോയക്കുട്ടി ഉസ്താദ് പറയുന്നു, ഒരു മദ്രസയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഞാനും കുറച്ചാളുകളും ഒരു ബോട്ടിലൂടെ, ഒരു തുണയിലൂടെ, വെള്ളത്തിലൂടെ യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു കാറ്റ് വരികയും നമ്മൾ സഞ്ചരിച്ചിരുന്ന നമ്മുടെ ബോട്ടിനെ നേരെ കടലിന്റെ ആഴിയിലേക്ക് കൊണ്ടുപോകുന്നത്, കടലിന്റെ ചുഴിയിലേക്ക് കൊണ്ടുപോകുന്നത്, തിരമാലകൾ അടിച്ചു വീശുന്ന കടലിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാവരും വെപ്രാളപ്പെട്ട് വേദനയോടെ ഇരിക്കുമ്പോഴാണ് മഹാനായ കോയക്കുട്ടി ഉസ്താദ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. യാ മുഗീസു അഗിസ്നി, യാ മുഗീസു അഗിസ്നാ, യാ മുഗീസു അഗിസ്നാ. അല്ലാഹുവേ എന്നെ സഹായിക്കണേ അല്ലാ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾക്കൊരു പരിഹാരം തരണേ അല്ലാ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബോട്ട് കടലിലേക്ക് വളരെ വേഗത്തിൽ കാറ്റ് കൊണ്ടുപോയി മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന ഒരാളുകൾ അവര് പടച്ച റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ അവർക്ക് അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് ഉത്തരം നൽകുക? അത്ഭുതമെന്ന് പറയട്ടെ, മഹാനായ കോയക്കുട്ടി ഉസ്താദ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവം വിവരിക്കുന്നുണ്ട്. അത്ഭുതമെന്ന് പറയട്ടെ, കടലിന്റെ തീരത്തേക്ക് കൊണ്ടുപോയ നമ്മുടെ ഈ ബോട്ടിനെ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു കാറ്റ് കടന്നു വരികയും മറുകരയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് അദ്ദേഹം ഉദ്ധരിക്കുമ്പോ, ഒരാൾ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് 100% വിശ്വാസത്തോടെ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ ആ കൈകളെ തട്ടിക്കളയാൻ അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹുവിന് നാണമാണത്. ആലോചിക്കണം നമ്മൾ. മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മകസ്തു അന വമൻ ഇൻദി സലാസ, ഞാനും എന്റെ കൂടെയുള്ള ആളുകളും 3 ദിവസം ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ദിവസം. 3 ദിവസമായി പട്ടിണിയാണ്, വീട്ടിൽ ഭക്ഷണമില്ല, വീട്ടിൽ വെള്ളമില്ല. അങ്ങനെ കഷ്ടപ്പാടിന്റെ ദിനങ്ങൾ എണ്ണി തീർക്കുമ്പോഴാണ് എന്റെ പൊന്നുമോൾ എന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ അബതി, ഉപ്പാ പട്ടിണി സഹിക്കാൻ കഴിയുന്നില്ല ഉപ്പാ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല ഉപ്പാ. ആലോചിക്കണം നമ്മള്, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പിഞ്ചോമന മക്കൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് കരയുന്ന രംഗം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 3 ദിവസമായി വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും ദിവസങ്ങൾ എണ്ണി തീർക്കുന്നതിനിടയിൽ എന്റെ പൊന്നുമോൾ എന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഉപ്പാ വിശക്കുന്നു ഉപ്പാ, ഒരു പരിഹാരം വേണം. എന്റെ വീട്ടിലൊന്നുമില്ല, അവിടെ നൽകാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല നൽകാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നത്. ദുആഇന്റെ മഹത്വമാണ് എനിക്ക് നിങ്ങളോട് പറയിക്കാനുള്ളത്. നിരാശരാവാൻ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവാൻ പാടില്ല. ഒരു സമയത്തും നിരാശാവരുത്. എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹുവിന്റെ ഹബീബ് നൽകിയ വാഗ്ദാനമാണിത്. പരിശുദ്ധ ഖുർആനിന്റെ വാഗ്ദാനമാണിത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ.
നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളോ തിന്മകളോ ചെയ്താൽ അതിന്റെ പേരിൽ നിങ്ങൾ നിരാശരായിരിക്കാൻ പാടില്ല. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവേണ്ട. കാരണം റബ്ബിലേക്കൊന്ന് ചോദിച്ചാൽ മതി, അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ മതി. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് പാപം പൊറുത്തു തരുന്നത്? സർവശക്തനായ അല്ലാഹുവല്ലാതെ പിന്നെ ആരാണ് നിങ്ങളുടെ പാപം പൊറുത്തു തരുന്നത്? അതുകൊണ്ട് തിന്മയുടെയോ പാപത്തിന്റെയോ ഭാരമോ അതിന്റെ വലുപ്പമോ ഓർത്ത് നിരാശരാവല്ല, നിങ്ങൾ അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ മതി. അതുപോലെ മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഉടനെ അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, വളരെ പ്രയാസമുള്ള സമയത്ത്, ഒന്നും പ്രതീക്ഷയില്ലാത്ത സമയത്ത് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തുകയാണ്. അദ്ദേഹം നേരെ വുളൂ ചെയ്യാൻ വേണ്ടി വുളൂ എടുക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയും വസല്ലൈതു റകഅതൈൻ, 2 റകഅത്ത് ഞാൻ നിസ്കരിക്കുകയും ചെയ്തു. നാളെ എന്താണ് നിങ്ങൾ ഒരു മോണിറ്റർ മുമ്പിൽ ഇങ്ങനെ വെക്കണേ, നാളെ ഒരു മോണിറ്റർ മുമ്പിൽ വസല്ലൈതു റകഅതൈൻ, 2 റകഅത്ത് ഞാൻ നിസ്കരിച്ചു, ഞാൻ വുളൂ ചെയ്തു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എന്റെ മനസ്സിലേക്കൊരു പ്രാർത്ഥന ഓടി വരികയാണ്. എന്റെ മനസ്സിലേക്കൊരു പ്രാർത്ഥന ഓടി വന്നു. ഞാൻ ദുആ ചെയ്തു, اللهم افتح علي منك رزقا لا تجعل لأحد علي فيه منه. അല്ലാഹുവേ നീ എനിക്ക് ഭക്ഷണം തരണം അല്ലാഹ്, എനിക്ക് നീ ഭക്ഷണം തരണം റബ്ബേ. പക്ഷേ ഈ ഭക്ഷണം കാരണം വേറെ ഒരാൾ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാല്, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫിൽ പോകുന്ന ആളുകളുണ്ട്. പെട്ടെന്ന് മുതലാളിമാരായ ആളുകളെ കാണുമ്പോൾ പഴയകാല ഹാജിമാര് പറയുന്നൊരു സ്വഭാവമുണ്ട്. എന്തറിയാം, വലിയ വണ്ടി, വലിയ വാഹനങ്ങളൊക്കെ എടുത്ത് നാട്ടിൽ ഫ്ലാറ്റൊക്കെ വാങ്ങി വളരെ ഉഷാറായിരിക്കുമ്പോൾ അവർ പറയും, അവന്റെ ഓട്ടം കണ്ടോ, അവന്റെ കളി കണ്ടോ, അവൻ ആദ്യം ഗൾഫിൽ പോവാൻ ടിക്കറ്റ് കൊടുത്തത് ഞാനാണ്, അല്ലെങ്കിൽ അവൻ ഗൾഫിൽ വന്നപ്പോ അവന് റൂം കൊടുത്തത് ഞാനാണ്, അവൻ ഇന്ന് ഉഷാറായിട്ടുണ്ടെങ്കിലും അവന്റെ തുടക്കം എന്നിലൂടെയാണ്. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പല സ്ഥലങ്ങളിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഉഷാറായത്. എല്ലാവരും ക്രെഡിറ്റ് എടുക്കും, എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ക്രെഡിറ്റ് എടുക്കുന്നത്. ചില ആളുകളെ കുറിച്ച് ഞാൻ പറയും, ഒരേ ആളെ കുറിച്ച് തന്നെ എനിക്ക് ഏകദേശം 50ഓളം സ്ഥലങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇവിടെ വന്നതിന് ശേഷമാണ് ഉഷാറായത്. അപ്പൊ ആളുകൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കാൻ. അല്ലാഹു എനിക്ക് ഭക്ഷണം വേണം, പക്ഷെ ഒരാളും അതിന്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. ഞാനാണ് കൊടുത്തത്, അല്ലെങ്കിൽ ഗുണം പറയുന്ന ഒരു രീതിയിലുള്ള ഭക്ഷണം എനിക്ക് വേണ്ട. അത് മാത്രമാണോ? അത് മാത്രമല്ല, ഈ ഒരു ഭക്ഷണം കാരണം അല്ലാഹുവേ നീ നാളെ എനിക്ക് ലഭിക്കാൻ പോകുന്ന ആഖിറത്തിലെ ഭക്ഷണം തടയാനും പാടില്ല, അവിടെയും ലഭിക്കണം എനിക്ക്. അങ്ങനൊരു ദുആ മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തപ്പോൾ, എന്നിട്ട് അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വുളൂ ചെയ്യുകയും 2 റകഅത്ത് നിസ്കരിക്കുകയും സർവശക്തനായ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് ഭക്ഷണം തരണം അല്ലാഹ്, എന്റെ കുടുംബം പട്ടിണിയാണ്, എന്റെ മകള് പട്ടിണിയാണ്, എനിക്ക് ഭക്ഷണം തരണമെന്ന് പറഞ്ഞു. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴാണ് എന്റെ പൊന്നുമോൾ, എന്റെ വലിയ മകൾ എന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞത്, യാ അബീ, ഉപ്പാ, ഒരാള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഒരാള് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. യഖൂലു ഇന്നഹു അമ്മീ, യഖൂലു ഇന്നഹു അമ്മീ, നിങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്, നിങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഒരാൾ വീട്ടിലേക്ക് വരികയും അയാളുടെ കയ്യിലൊരു സഞ്ചിയുണ്ട്, ആ സഞ്ചിയിൽ ഒരുപാട് ദിർഹമുകൾ, ഒരുപാട് വീട്ടിന്റെ ഭക്ഷണത്തിന്റെ ആവശ്യമായ കാര്യങ്ങൾ, കറി വെക്കാനും ഭക്ഷണം ഉണ്ടാക്കാനും പാചകം ചെയ്യാനുമുള്ള ധാന്യമണികൾ, ഇങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായ വലിയ ഒരു സഞ്ചിയുമായി ഒരു സഹോദരൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇഖ്റഊ അഖി സലാം, എന്റെ ജ്യേഷ്ഠൻ വന്നാൽ ജ്യേഷ്ഠനോട് സലാം പറയണേ, എന്റെ സലാം പറയണം എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, ഇദഹ്തജ്ത ഇലാ ഷൈഇൻ, എന്തെങ്കിലും ഒരു ആവശ്യം ജീവിതത്തിൽ ഉണ്ടായാൽ, ഫദ്ഉ ബിഹാദ ദുആ, ഇന്ന് നിങ്ങളുടെ പിതാവ്
പള്ളിയിൽ വെച്ച് ചെയ്ത ദുആ തന്നെ ആവർത്തിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തിരിച്ചുപോയി എന്ന് വീട്ടിലേക്ക് വന്ന പിതാവിനോട് പറഞ്ഞപ്പോ മഹാനായ അസ്ബഗ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ കാന ലി അഖുൻ ഖത്തു, എനിക്ക് അങ്ങനെ ഒരു സഹോദരൻ ഇല്ല, അങ്ങനെ ഒരു സഹോദരൻ എനിക്കില്ല. സഹോദരൻ ഉണ്ടെങ്കിലല്ലേ എന്റെ സഹോദരൻ എന്ന് പറയും, എനിക്കങ്ങനെ ഒരു സഹോദരനില്ല. അദ്ദേഹം പറയാണ്, വല്ലാഹി മാ കാന ലി അഖുൻ ഖത്തു, എനിക്കങ്ങനെ ഒരു സഹോദരനില്ല. വലാ അഅരിഫു മൻ കാന ഹാദൽ ഖായിൽ, ഇത് ആരാണ് പറഞ്ഞതെന്നും എനിക്കറിയില്ല, ആരാണ് വന്നതെന്നറിയില്ല, ആരാണ് പറഞ്ഞതെന്നറിയില്ല, ആരാണ് വീട്ടിലേക്ക് ദിർഹമുകൾ ഭക്ഷണത്തിന്റെ പദാർത്ഥങ്ങളുമായി കടന്നു വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ വലാകിന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു സർവശക്തനാണല്ലോ, എല്ലാം അല്ലാഹുവിന് സാധിക്കുമല്ലോ. അതാണ് അല്ലാഹു പറഞ്ഞത്, അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ, എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു അല്ലാതെ പിന്നെ ആരാ ഉത്തരം നൽകുക? അപ്പോ ആവശ്യം മനസ്സിൽ വന്നാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ കാര്യം തന്നെ ആദ്യം ജനങ്ങളിലേക്കല്ല ഇറക്കേണ്ടത്, ആദ്യം റബ്ബിലേക്ക് ഇറക്കേണ്ടത്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു പിരിവിനല്ലെങ്കിൽ ഇതിന്റെ ഒരു പുരോഗതിക്ക്, ഇതിന്റെ ഒരു വരുമാനത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങാണ്. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഇതിന്റെ വിജയം നിന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആദ്യം റബ്ബിലേക്ക് ഇറക്കി പിന്നെ ജനങ്ങളിലേക്ക് ചെല്ലുക. ആദ്യം തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിയ റബ്ബ് കൈയൊഴിയും. എല്ലാ വിഷയം അങ്ങനെ തന്നെ, നമ്മുടെ വീടിന്റെ, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ നാടിന്റെ, നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാം തരുന്ന റബ്ബുണ്ടല്ലോ. ഹുമുല്ലദീന യഖൂലൂന ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹ്, ഹുമുല്ലദീന യഖൂലൂന لا تنفقوا على من عند رسول الله حتى ينفضوا ولله خزائن السماوات والأرض. മുനാഫിക്കീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നിങ്ങൾ ചെലവഴിച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് തീർക്കല്ലേ നബിയെ, തീർക്കരുത്, കയ്യിലുള്ളത് തീർക്കല്ല, അത് എടുത്തു വെക്കണേ. ലാ തുൻഫിഖൂ അലാ മൻ ഇൻദ റസൂലില്ലാഹി ഹത്താ യൻഫല്ലു, നിങ്ങൾ അങ്ങനെ ചെലവഴിച്ചാൽ തീർന്നു പോകൂലേ. ഇത് മുനാഫിക്കീങ്ങളുടെ വിശ്വാസമാണ്. നമ്മളുടെ കയ്യിലുള്ളത് കൊടുത്താൽ തീർന്നു പോകുമെന്നത് മുനാഫിക്കിന്റെ വിശ്വാസമാണ്. മുഅ്മിനിന് അത് ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ സ്ഥാപനത്തിന്റെ വിഷയം വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ ഒരു സ്ക്വയർ ഫീറ്റിന് 1000 രൂപ, ഞാനൊരു 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുക്കാം. അങ്ങനെ ഏറ്റെടുക്കുന്ന അള്ളാഹുവിൽ പൊരിക്കുന്ന ആളുകൾ, അല്ലാതെ ഞാനൊരു 10 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്താൽ പടച്ചോനെ എന്റെ സമ്പത്ത് തീർന്നു പോവല്ലോ, സാമ്പത്തിക പ്രതിസന്ധിയാണല്ലോ, അങ്ങനെ ചിന്തിക്കുന്നവൻ മുനാഫിക്കിന്റെ ലക്ഷണമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത സദ്ദഖ അൻത സഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖറ വതഅമലുൽ ഗിനാ, നീ എപ്പോഴാണ് സ്വതക്ക നൽകേണ്ടത്? നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം വന്നപ്പോൾ സ്വതക്ക നൽകുമ്പോ മറ്റുള്ള സമയങ്ങളിൽ നൽകുന്ന സ്വതക്കയെക്കാളും പ്രാധാന്യം ഇതിന് തന്നെ. ഇതിനാണ് ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്, അപ്പൊ ഇങ്ങനെ വാരിക്കോരി കൊടുക്കാൻ, തീരെ ക്യാഷ് ഇല്ല, അപ്പൊ ഉള്ളതെടുത്ത് കൊടുക്കാൻ, നേരത്തെ കൊടുത്തതിനല്ല, ഇതിന് പ്രാധാന്യം. അൻത സദ്ദഖ, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾ ചോദിച്ചു, അഫ്ളലുസ് സ്വദഖ, ഏതാണ് നബിയെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വദഖ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ മറുപടി, അൻത സദ്ദഖ, നീ സ്വദഖ നൽകണം. അൻത സ്വഹീഹുൻ, നീ ആരോഗ്യമുള്ള സമയത്ത്, മരിക്കാൻ കിടക്കുമ്പോഴല്ല. മരിക്കാൻ കിടക്കുമ്പോ നിങ്ങളുടെ താടിരോമങ്ങൾ നരബാധിച്ചു തുടങ്ങി, ഇനി എനിക്ക് ജീവിതമില്ല, ഇനി എന്റെ സമ്പാദ്യം കൊണ്ട് എനിക്ക് ഉപകാരമില്ല എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് എന്റെ ഇന്നാലിന്ന തുക അത് സ്ഥാപനത്തിന് വേണ്ടി നൽകൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഏറെ പ്രിയങ്കരനായ സഹോദരൻ ഇങ്ങനെ ഒരു സ്ഥലം ഈ സ്ഥാപനത്തിന് നൽകിയത് അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെ, ആരോഗ്യമുള്ള സമയത്ത് തന്നെ അള്ളാഹു സ്വീകരിക്കട്ടെ.
ദുബായിലും ഗൾഫിലും ഖത്തറിലുമൊക്കെ അബൂദാബിയിൽ നിന്നുമൊക്കെ പ്രവാസികളായ സുഹൃത്തുക്കൾ അവരുടെ സമ്പാദ്യത്തിന്റെ വലിയ ഒരു ഭാഗം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി മാസാമാസങ്ങളിൽ അയച്ചു തരുന്നത് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തന്നെയാണ്. അള്ളാഹു അതും സ്വീകരിക്കട്ടെ. അവരുടെ ജോലിയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. അന്ത സ്വഹീഹുൻ, നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് സ്വതക്ക നൽകണം.